ഓക്കെ, 10ാം ക്ലാസ് യോഗ്യത ഉള്ള ആളുകൾക്ക് പറ്റിയൊരു അടിപൊളി ജോബ് വേക്കൻസി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വേക്കൻസി എന്താണെന്ന് നോക്കാം. ഇതൊരു ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നുള്ള ഒരു പ്രധാന വേക്കൻസി ആയിരുന്നു. അപ്പോൾ ഈ വേക്കൻസിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ 10ാം ക്ലാസ് യോഗ്യത മാത്രം മതി ഇതിലേക്ക്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പോസ്റ്റാണ്. മറ്റനുബന്ധ പോസ്റ്റുകളും ഇതിലേക്ക് ഒഴിവുകൾ വന്നിട്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വേക്കൻസി എന്ന് പറയുന്നത് 10ാം ക്ലാസ് യോഗ്യതയുള്ള വേക്കൻസിയാണ്. ബാക്കിയുള്ള വേക്കൻസികളൊക്കെ ഇതിൽ കാണിക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വേക്കൻസി എന്ന് പറയുന്നത് ഇൻഷ്യൂ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ അണ്ടർ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക്, നമ്മളെ പാലക്കാട് കഞ്ചിക്കോടുള്ള സ്ഥാപനത്തിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കരിയേഴ്സിൽ ഒരുപാട് വേക്കൻസികൾ നിലവിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേക്കൻസി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആ വേക്കൻസി പറയുന്നത് എന്താ വെച്ചാൽ മൾട്ടി ടാസ്ക് അസിസ്റ്റൻ്റ് കം ഡ്രൈവർ എന്ന പോസ്റ്റാണ് ഈ ഒരു വന്നിട്ടുള്ളത്. അതായത് ഡ്രൈവർ പോസ്റ്റാണ്. അത് മൾട്ടി ടാസ്ക് ഡ്രൈവർ ജോലി മാത്രമല്ല, മറ്റുള്ള അനുബന്ധ ജോലികളും ഓഫീസ് ജോബുകളും മറ്റുള്ള ടാസ്കുകളും നമ്മൾ ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള ജോബുകളാണ് വന്നിട്ടുള്ളത്. ഡീറ്റെയിൽസ് ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് നിലവിൽ 2 പോസ്റ്റാണ് വന്നിട്ടുള്ളത്. ഏജ് എന്ന് പറയുന്നത് 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏപ്രിൽ 7 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു അപേക്ഷ ഫോം ഉണ്ട് കേട്ടോ. ഞാൻ അപേക്ഷ ഫോം ഒന്ന് കാണിക്കാം. ഇതാണ് അപേക്ഷ ഫോം. ഇത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇമെയിൽ അയക്കാണ് വേണ്ടത്. നിങ്ങൾ മറ്റുള്ള ഫീസോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്യുക. എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, അതിലേക്ക് അയക്കാണ്ട്. ആ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ ഈ നോട്ടിഫിക്കേഷനിലും ഇതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ കമൻറ്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യുക, ആ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് തരാം കേട്ടോ. നിങ്ങൾക്ക് അയക്കാൻ താല്പര്യമുള്ളവർ, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഡ്രൈവിംഗ് ജോബൊക്കെ നോക്കുന്ന ആളുകൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഗവൺമെൻറ് ഡ്രൈവർ ജോബ് അതല്ല പ്യൂൺ ജോബൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദയവ് വിചാരിച്ച് ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം അത്തരത്തിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഒരു കൊമേഴ്സ്യൽ മൾട്ടി ടാസ്ക് കം ഡ്രൈവർ എന്നുള്ള പോസ്റ്റ്. വീണ്ടും നമ്മൾ നോട്ടിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ 17,500 സാലറി വരുന്നത്. ക്ലോസിംഗ് ഡേറ്റ് 7 വരെയാണ്. 5:30 വരെ നിങ്ങൾ സ്കാൻ ചെയ്തിട്ടാണ് അയക്കേണ്ടത്. ഇമെയിൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുണ്ടോ ഇമെയിൽ അഡ്രസ്സ് career@fsri.india.com എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക്. അതുകൂടി ഞാൻ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇനി ബുദ്ധിമുട്ടണ്ട. അത് കോപ്പി ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അയച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളിതിൽ വേറെ കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രൈവർ വേക്കൻസി നിങ്ങൾക്ക് മനസ്സിലായി. വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസും മാത്രം ഉണ്ടായാൽ മതി. അതായത് എഴുത്ത് പരീക്ഷയും ഇൻ്റർവ്യൂ നടത്തിയാവും തിരഞ്ഞെടുപ്പ് ഉണ്ടാകുക. പാലക്കാട് ആയതുകൊണ്ട് വലിയ കേരളത്തിലെ ആൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. കഞ്ചിക്കോടാണ്. ട്രെയിനിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ കാര്യങ്ങളൊക്കെ പറ്റും. ഇനി വേറെയും കുറച്ച് വേക്കൻസികൾ ഞാൻ പറയാം. ബാക്കി ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ സൈറ്റിൽ വേണമെങ്കിൽ ഞാൻ സൈറ്റ് അഡ്രസ്സ് കൂടി കൊടുക്കാം. സൈറ്റിൽ വേണമെങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് നോക്കുകയോ ചെയ്യാം. ഇനി വരുന്നത് മറ്റൊരു വേക്കൻസിയാണ് ഇൻ്റർവ്യൂ ട്രെയിനി ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് എന്നൊരു വേക്കൻസി വരുന്നുണ്ട്. അതുപോലെ ബാക്കി IT ട്രേഡ്സിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അതൊക്കെ ഏപ്രിലുണ്ടോ, മാർച്ച് 30-നും ഏപ്രിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളാണ്. അതായത് ഇൻ്റർവ്യൂ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് വരുന്നുണ്ട്. അതുപോലെ നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനീസിന് വരുന്നുണ്ട് വേക്കൻസി. അതും പിന്നെ വരുന്നത് അത്തരത്തിലുള്ള വേക്കൻസികൾ ഉണ്ട്. കുറേ എണ്ണം ഡേറ്റ് കഴിഞ്ഞാണ്. ഇപ്പം നമ്മൾ ഡേറ്റ് കഴിയാത്ത വേക്കൻസി എന്ന് പറയുന്നത് ഡ്രൈവർ വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.